പണി കിട്ടി ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് പണി കിട്ടട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കേരള PSCയുടെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി പോസ്റ്റാണ് വന്നിരിക്കുന്നത്. 43,000 ആണ് സ്കെയിൽ ഓഫ് പേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഷെഡ്യൂൾഡ് ട്രൈബിലുള്ള ആളുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഒരു വേക്കൻസി മാത്രമേ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ നമുക്ക് ഇനിയും വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതകൾ കൂടുതലാണ്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് വന്നതെങ്കിലും ഇപ്പോൾ ഇത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് ഇതൊരു ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രം അപ്ലൈ ചെയ്യാവുന്ന പോസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ST യിലുള്ളവർ മാത്രമേ അപ്ലൈ ചെയ്യാവൂ, അല്ലാത്തവരുടെ ആപ്ലിക്കേഷൻസ് റിജക്റ്റ് ആവുന്നതാണ്. വയസ്സെന്ന് പറഞ്ഞാൽ 20-നും 36 വയസ്സിനും ഇടയിലുള്ള കാൻഡിഡേറ്റ്സിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ +2, അതുപോലെ തന്നെ ബാക്കി ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് പറയുന്നത് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ റേഡിയോ, ടെലിവിഷൻ, ഇലക്ട്രോണിക്സ്, ടെലികമ്മ്യൂണിക്കേഷൻ ഇതുപോലുള്ള ഫീൽഡുകളിലേക്കാണ്. 2 ഇയർ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. കാരണം പോസ്റ്റിന്റെ നെയിം എന്ന് പറയുന്നത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി ടെലികമ്മ്യൂണിക്കേഷൻസ് വിഭാഗത്തിലോട്ടാണ് സെലക്ഷൻ വരുന്നത്. അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻസ് ആണ് ഇവർ ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും, അപ്പോൾ നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങളിവിടെ കാണിക്കണം. അതുപോലെ തന്നെ ഇതിന് ഫിസിക്കൽ നോക്കും. ഫിസിക്കലിന് ഹൈറ്റ് പറയുന്നത് 160 സെൻറ്റിമീറ്റർ, ചെസ്റ്റ് വീതി 76 സെൻറ്റിമീറ്റർ ആണ്. മിനിമം എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്ററും പറയുന്നുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ ഓഫീസറിന്റെ സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. വിഷനും നോക്കുന്നുണ്ട്. 6x6 റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഐയുടെ വിഷൻ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും നിങ്ങൾ ഹാജരാക്കണം. ഇതിനുശേഷം ഇതിനകത്തൊരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അവർ നടത്തുന്നുണ്ട്. ആ ഫിസിക്കൽ ടെസ്റ്റിനകത്ത് കുറേ ഈവൻറ്റ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ടെസ്റ്റുകളെല്ലാം നടത്തും. അതുപോലെ തന്നെ ഇത് ഒരു പ്രൊബേഷൻ ഉള്ള സമയമാണ്. 3 വർഷത്തെ പ്രൊബേഷനോട് കൂടിയാണ് നമുക്ക് ഈ പോസ്റ്റിലേക്ക് കയറാൻ പറ്റുക. നിങ്ങളത് അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ കേരള PSCയുടെ kerala.psc.gov.in സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 29/1/2025 അതായത് ജനുവരി 29 ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും റെഫർ ചെയ്യുകയാണെങ്കിൽ റെഫർ ചെയ്യാം. അതായത് ST വിഭാഗത്തിലുള്ള ഈ ക്വാളിഫിക്കേഷൻസ് ഉള്ള ഈ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ ശ്രമിക്കുക.